1994 ഫുട്ബോൾ ലോകം നടക്കുന്ന സമയം 14-കാരനായ ഒരു ബാലൻ, ഇത് അവൻ കാണുന്ന ആദ്യത്തെ ലോകകപ്പാണ്. വളരെ എക്സൈറ്റ്മെന്റിൽ കാണുകയാണ്. അവൻ്റെ ഫേവററ്റായ ഒരു ഫുട്ബോൾ ടീം എന്നൊന്നുമുള്ളൊരു നിശ്ചയം നടന്നിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം അവൻ്റെ ഉള്ളിൽ മറ്റേതൊരു കൗമാരക്കാരെ പോലെ ഉരുത്തിരിയുന്നൊരു സമയമാണത്. അറിയാമല്ലോ, ഇപ്പോഴും പലരും നമ്മൾ 30-കളിലും 40-കളിലും 50-കളിലും 60-കളിലും ഒക്കെ ഉള്ളവർ വളരെ ചെറുപ്പത്തിൽ ഏതെങ്കിലും ഒരു ഫുട്ബോൾ ടീമിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ ഇന്ത്യ എന്നുള്ള ചോയ്സ് അല്ലാതെ ഫുട്ബോൾ ടീമിൻ്റെ ഒരു ചോയ്സ്, ക്ലബിൻ്റെ ചോയ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ ചെറുപ്പത്തിലുണ്ടായ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം ആ ടീമിൻ്റെ ആരാധകരാക്കുന്നത്. ഈ ബാലൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇയാൾ ഒരു ന്യൂസ് കൂടുള്ള കൂട്ടുകാരോട് സ്കൂളിൽ വന്ന് പറയുന്നു, എടാ മാറഡോണ ഇത്തവണ ഇല്ല അർജന്റീന ടീമിൽ. ഇത് ഇയാളെ കുറച്ച് നിരാശനാക്കുന്നുണ്ട്. കാരണം ചേട്ടന്മാരെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമേ മാറഡോണയെക്കുറിച്ച് ഈ പയ്യനുള്ളൂ. ഒരല്പം കൂടെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവൻ വന്നിട്ട് പറയുന്നത്, എടാ അർജന്റീനിയൻ പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിനോട് ടീമിനൊപ്പം ചേരാൻ പറഞ്ഞിരിക്കുകയാണ്, അതും ക്യാപ്റ്റനായിട്ട്. മൂന്നാമത്തെ തവണ അടുപ്പിച്ച് മൂന്നാമത്തെ വേൾഡ് കപ്പിൽ നയിക്കാൻ വേണ്ടിയിട്ട്. ഇയാളുടെ മനസ്സിൽ അന്ന് ദേവാസുരവും ധ്രുവവും ഒക്കെ ഇറങ്ങി കത്തിയിരിക്കുന്ന സമയമാണ്. ഈ ലാർജർ ദാൻ ലൈഫ് ഹീറോസ് എന്നുള്ള രീതിയിൽ വലിയ വലിയ പ്രതിഷ്ഠകൾ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ലോകം കീഴടക്കുന്നു. അപ്പോൾ ഈ സൂപ്പർ ഹീറോസിൻ്റെ ഒരു സമയമാണത്. ഇത്തരത്തിൽ ഇയാൾ മാറഡോണയും അങ്ങനെ സങ്കല്പിച്ച് തുടങ്ങുന്നു. എന്നിട്ട് ഈ പയ്യൻ എല്ലാ പത്രങ്ങളും വളരെ റെഗുലറായി വായിക്കുന്നു, സ്പോർട്സ് കോളം ഈ ഫുട്ബോളിനെ കുറിച്ചിട്ട്. ഇയാൾ ക്ലാസ്സിൽ വന്ന് വീണ്ടും പറയുന്നു, എല്ലാവരും പറയുന്ന അർജന്റീന ഇത്തവണ നേടില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ഇപ്പോൾ സ്റ്റാമിന ഒന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദ്യത്തെ 2 കളികൾ അർജന്റീന ജയിക്കുന്നു. മറഡോണയുടെ ശക്തമായ തിരിച്ചുവരവ്. അന്ന് ഈ യൂട്യൂബും ഇതും ഇൻ്റർനെറ്റും ഒന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ പത്രത്തിൽ പിറ്റേ ദിവസം വീണ്ടും ഇത് വരുന്നു, ഒരു സൺഡേ സപ്ലിമെന്റിൽ വരുന്നു, മാറഡോണ ഇങ്ങനെ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പിക്ചർ, മാറഡോണയുടെ അർജന്റീനയെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ക്യാപ്ഷൻ. ഇത് ചില്ലറ ഒന്നുമല്ല ഈ ബാലനെ ത്രില്ലടിപ്പിച്ചത്. ഒടുവിൽ മൂന്നാമത്തെ മത്സരം അമേരിക്കയിൽ നടക്കുന്ന വേൾഡ് കപ്പാണ്. ഇന്ത്യൻ സമയം വെളുപ്പിന് 5 മണിക്കൊക്കെയാണ് കളി. അങ്ങനെ ബൾഗേറിയയുമായിട്ടുള്ള മൂന്നാമത്തെ ലീഗ് മാച്ച് കാണാനിരിക്കുന്നു. അവൻ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് TV ഗ്രെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, വലിയ ആൻറ്റിനയൊക്കെ ഉള്ള സമയമാണ്. ഇത് കാണാനിരിക്കുന്നു. മാറഡോണ ഇല്ല. എവിടെ പോയി മാറഡോണ? ഇല്ല. ആ മാച്ചിൽ ഇവർ തോക്കും. ബൾഗേറിയയുടെ കൂടെ 2-0 തോക്കുന്നു. അന്ന് വന്ന പത്രത്തിൽ കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്ന മാറഡോണയുടെ പിക്ചറാണ്. മാറഡോണ ഇതുപോലെ എഫ്രഡിൻ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തിരശ്ശീല വീഴുന്നു. ഈ പയ്യൻ ഏതാണ്ട് ഒരു വളരെ ത്രില്ലടിച്ച ഒരു സൂപ്പർ ഹീറോ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഹീറോ മരിച്ചു പോയുള്ള ഒരു ഷോക്കാവുന്നു. ഇത് ജീവിതത്തിൽ ഒന്നുറയ്ക്കുന്നു, അയാൾ അർജന്റീന ആരാധകനായി കഴിഞ്ഞിരുന്നു. മറ്റ് പലരെയും പോലെ തന്നെ ഇത് കേരളത്തിലെ ഒരു മലയാളി പയ്യൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതിനുശേഷം മറഡോണ കളിച്ചിട്ടില്ല. ഓരോ ലോകകപ്പിലും ഇയാൾ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നാഥനില്ല. ഫുട്ബോൾ വളരുന്നു. യൂറോപ്യൻ ഫുട്ബോൾ, ക്ലബ് ഫുട്ബോളുകൾ ഇതെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത്തരത്തിൽ ചരിത്രത്തിൽ ഒരു വലിയ വിസ്ഫോടനം തന്നെ നടക്കുകയും അതിൻ്റെ പ്രഭ ഒട്ടും ചോരാതെ ക്യാപ്ചർ ചെയ്ത ക്യാപ്റ്റൻസ് ഓഫ് ദ വേൾഡ് എന്ന നെറ്റ്ഫ്ലിക്സിലെ സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മാജിക്കൽ റിയലിസം നമ്മൾ ഓൾറെഡി ഈ വെബ് സീരീസിലും ചാനലിലും പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ലാറ്റിൻ അമേരിക്കയുടെ കുത്തക എന്നാണ് മാജിക്കൽ റിയലിസത്തിനെ കുറിച്ച് പറയുന്നത്. ഇത് ഗാർസിയയുടെയൊക്കെ നോവലുകളായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെങ്കിലും, അല്ലെങ്കിൽ ചില മെക്സിക്കൻ ഡ്രഗ് കാർട്ടൽസിൻ്റെ ഒക്കെ ഇതിനെ റിലേറ്റ് ചെയ്താണ് പറയുന്നതെങ്കിലും, ഈ ഫുട്ബോളിലും ഇത്തരത്തിലൊരു മാജിക്കൽ റിയലിസം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിസ്മയകരമായ കാഴ്ചയാണ് 2022 ലോകകപ്പ് നേടിയ അർജന്റീനയുടെ ഒരു തേരോട്ടം എന്ന് പറയുന്നത്. ഫുട്ബോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ഇതിനെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് അറിയാം. ഇത് സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു സിനിമയൊന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ജയിക്കുന്നു അല്ലെങ്കിൽ ജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയൊന്നുമല്ല. ശരിയാണ്, പലരും ജയിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളുടെ പുറകെയൊക്കെ പോകാറുണ്ട്. ഇഷ്ടപ്പെട്ട ടീമിനെ കളിക്കാരെയൊക്കെ മാറ്റി മറിക്കുകയൊക്കെ ചെയ്യാറുണ്ട്.
അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കൽ പോലും ഇതൊരു ടീം ഗെയിമാണ്. ഇപ്പൊ ക്രിക്കറ്റിൽ പോലും ഇപ്പൊ 10 പേര് മോശമായിട്ട് കളിച്ചാലും സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ചിലപ്പോൾ ജയിച്ചെന്നിരിക്കും. എന്നാൽ ഫുട്ബോൾ അങ്ങനെയല്ല. കായിക ശേഷി, കായികക്ഷമത, പ്രാക്ടീസ്, ടാക്ടിക്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ചേരുകയും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു ടീം ഗെയിം എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സ്പോർട്ടാണ് ഫുട്ബോൾ. ലോകം മുഴുവൻ ഇതിനെ ഈ ഫുട്ബോൾ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക ഒരു സ്പോർട്ട് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സ്പോർട്ടിൽ മെസ്സി എന്ന അടുത്ത അവതാരം അവതരിച്ചിരിക്കുന്നു. 2006 തൊട്ട് അദ്ദേഹമുണ്ട്. ഞാൻ ഈ പറഞ്ഞ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചില നഗ്ന സത്യങ്ങൾ നിൽക്കുന്നത് കൊണ്ടാവാം അദ്ദേഹത്തിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ 2014 ലോകകപ്പ് നഷ്ടപ്പെട്ടു. മറ്റെല്ലാ ലോകകപ്പുകളിലും വളരെ ദാരുണമായി പുറത്തായി, ക്രൂശിക്കപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചു. 2022 എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടു. അത്ര മികച്ച, അല്ലെങ്കിൽ ഈ ഫ്രാൻസ്, അല്ലെങ്കിൽ സ്പെയിൻ, അല്ലെങ്കിൽ നെതർലാൻഡ്സ് പോലുള്ള, മൊറോക്കോ ഒക്കെ പോലുള്ള വളരെ ശക്തമായ ടീമുകളെ മറികടക്കാനും വേണ്ടിയുള്ള ഒരുപാട് ശേഷിയുള്ള ഒരു ടീമൊന്നും ആയിരുന്നില്ല ഇത്തവണ പോയത്. എന്നിട്ടും അത് സംഭവിച്ചു. അതാണ് മാജിക്കൽ റിയലിസം. അവിടെ ഒരാളവിടെ നിൽപ്പുണ്ടായിരുന്നു, ലയണൽ മെസ്സി. കൃത്യമായ സമയങ്ങളിൽ, കൃത്യമായ മുഹൂർത്തങ്ങളിൽ ത്രില്ലടിപ്പിക്കുന്ന, അല്ലെ ആരാധകരെ കണ്ണു നിറയ്ക്കുന്ന രീതിയിൽ മുന്നോട്ട് നയിച്ചു, വേൾഡ് കപ്പ് നേടി. ഈ ഒരു സ്പിരിറ്റ്, ഇത് ശരിക്കും ഒരു ഡ്രമാറ്റിക് തന്നെയാണ്. എല്ലാ സ്പോർട്സുകളും നമ്മൾ യൂട്യൂബിൽ കണ്ട് അങ്ങ് വിടുന്ന കാര്യമല്ല. ഇപ്പൊ ഇന്ത്യയൊക്കെ നമ്മൾ മലയാളിയായിട്ടാണ് പറയുന്നത്. പണ്ടൊക്കെ കേരള പോലീസ് ഫുട്ബോൾ ടീം ഫെഡറേഷൻ കപ്പൊക്കെ ജയിക്കുമ്പോൾ ഉള്ള ഒരു ത്രില്ല്, അല്ലെ കേരളം ബംഗാളിനെതിരെ ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ത്രില്ല്, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ, നമുക്കത് പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ അത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ വളരെ സിനിമാറ്റിക് ആയിട്ട് ആൾക്കാർ മ്യൂസിക്കും കമൻട്രിയും അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻസും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെ അത്തരത്തിൽ ഉള്ള വിഷ്വൽസും യൂട്യൂബ് വീഡിയോസും ഒക്കെ കാണുന്നത്. അത്തരത്തിൽ ഇതിൻ്റെ ഒട്ടും പ്രഭ ചോരാതെ ഏറ്റവും മനോഹരമായി അവർ തയ്യാറാക്കിയ ഒരു വെബ് സീരീസാണ് ക്യാപ്റ്റൻസ് ഓഫ് ദ വേൾഡ്, നെറ്റ്ഫ്ലിക്സിലെ. ഇതിൽ എല്ലാ ടീമുകളുടെയും പെർസെപ്ഷൻസിൽ വരുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കപ്പ് നേടിയ ടീമിന്റെ തന്നെ ആയിരിക്കണം ഫോക്കസ് പോകുന്നത്. അത് ലോകം മുഴുവൻ ആഗ്രഹിച്ചു, ശത്രുക്കൾ പോലും ആഗ്രഹിച്ചായിരുന്നു മെസ്സിക്ക് ഒരു കപ്പ് എന്നുള്ളത്. അർജന്റീന എന്നുള്ള ടീമിനെക്കാട്ടി ഉപരിയായി മെസ്സിക്ക് ഒരു കപ്പ് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു വീരോചിതമായ പോരാട്ടം, ഇവരുടെ ഡ്രസ്സിംഗ് റൂമിലെ ഡിസ്കഷൻസ്, ടെൻഷൻസ്, ഇതൊക്കെ ഒരു സ്പോർട്ട് എന്ന രീതിയിൽ മാത്രമല്ല, നമ്മളൊരു സംഘമായിട്ട് ചേർന്ന് ഒരു കുടുംബത്തിൽ ഒരു നല്ല കാര്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഫാമിലി ബിസിനസ്സുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഒരു ടീം, ഒരുപാട് പേര് ചേർന്ന് ഒരു പർട്ടിക്കുലർ ടീം ഗോൾ അല്ലെ ഒരു വിഷൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു ടീം ഗെയിം അല്ലെങ്കിൽ ഒരു വിഷൻഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് പലപ്പോഴും ആൾക്കാർ വളരെ സൂത്തിങ് ആയിട്ടുള്ള വലിയ വിജയങ്ങളായിട്ട് പറയുന്നതും എല്ലാ കാലവും ഓർത്തിരിക്കുന്നതും. അത്തരത്തിൽ അർജന്റീനയുടെ അവർ സൗദി അറേബ്യയോട് പരാജയപ്പെട്ട് തുടങ്ങിയതെങ്കിലും ഈ പറയുന്ന പോലെ മാജിക്കലി റിയലിസ്റ്റിക് ആയ ഒരു സൂപ്പർ താരമായി ഇന്നും നിലനിൽക്കുന്ന, ടെക്നോളജിക്കും ഫുട്ബോളിന്റെ ഈഫ്സ് ആൻഡ് ബട്ട്സ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാത്തിനും അതീതമായി പാറിപ്പറന്ന മെസ്സിഹ എന്ന് പറയപ്പെടുന്ന ലയണൽ മെസ്സിയുടെ മാന്ത്രിക ബൂട്ടുകളുടെ ബലത്തിൽ ലോകകപ്പ് നേടിയ അതേ സ്പിരിറ്റും ആവേശവും ഒട്ടും ചോരാതെ വന്നിരിക്കുന്ന ക്യാപ്റ്റൻസ് ഓഫ് ദ വേൾഡ് തീർച്ചയായിട്ടും കാണുക. അത് ഒരു വീക്കെൻഡോ അല്ലെങ്കിൽ നിങ്ങൾ നിർത്തി കണ്ടാൽ പോലും, ഫുട്ബോൾ ഇഷ്ടമല്ലാത്തവർക്ക് പോലും അത് കണ്ടു കഴിഞ്ഞാൽ അത്ര മനോഹരമായ ഇമോഷണൽ രംഗങ്ങളും അല്ലെങ്കിൽ ഹിസ്റ്റോറിക് മൊമെന്റ്സും ഫീൽഡിലെ രംഗങ്ങളും ഒക്കെ ഒത്തിണക്കി തയ്യാറാക്കിയിരിക്കുകയാണ്. മറക്കാതെ കാണുക ക്യാപ്റ്റൻസ് ഓഫ് ദ വേൾഡ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. നെറ്റ്ഫ്ലിക്സിലാണ്. അതിപ്പോഴും അവിടെ വലിയ വ്യൂവർഷിപ്പോടെ അവിടെ തന്നെ നിൽപ്പുണ്ട്. അത് അവിടെ തുടരുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.